ആലപ്പുഴ ജില്ലയിലെ കലവൂർ എന്ന സ്ഥലത്താണ് മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കൃപാസനം സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഹൈവേയോട് ചേർന്ന് തന്നെയാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ കൃപാസനം ധ്യാന കേന്ദ്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മാതാവിൻ്റെ അത്ഭുത ശക്തിയുള്ള ഈ ദേവാലയത്തിൽ അമ്മ മാതാവ് വിളിച്ചാൽ വിളി കേൾക്കുന്ന അതിശക്തമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ജനങ്ങളെ അനുഗ്രഹിക്കുന്ന കൃപാസനം ദേവാലയം, അതിനകത്തേക്കാണ് ഞാനിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും മുൻഭാഗത്ത് കാണുന്ന ഹാളിനെ ഓഡിറ്റോറിയം എന്നാണ് പറയുക. അതിന് 13 എന്ന നമ്പർ ഇട്ട് വിളിക്കുന്നു. ഈ ഓഡിറ്റോറിയത്തിലാണ് പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ ഒരു വലിയ അത്ഭുത തിരുസ്വരൂപം സ്ഥിതി ചെയ്യുന്നത്. ആ ഓഡിറ്റോറിയത്തിലെ സ്റ്റേജിൽ മാതാവിൻ്റെ തിരുസ്വരൂപം വണങ്ങുന്നതിനാണ് ഈ തിരക്ക് മുഴുവൻ. കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ ഈ ഓഡിറ്റോറിയത്തിന് മുകളിലുള്ള മാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഭക്തിഗാനം പാടിക്കൊണ്ടാണ് കൃപാസന മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം മെയിൻ ഹോളായ കൃപാസനം ഉടമ്പടി പീഠത്തിനടുത്തേക്ക് യാത്രയാവുന്നത്. ധാരാളം പേരാണ് ഈ ഓഡിറ്റോറിയത്തിലെ മാതാവിനെ തൊട്ട് വണങ്ങുകയും തങ്ങളുടെ നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ സമർപ്പിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നാം കാണുന്നത് ഉടമ്പടി പീഠത്തിനടുത്തേക്ക് ഉടമ്പടി പ്രദക്ഷിണം ആരംഭിക്കാനുള്ള സമയമാണ്. അതിനാണ് ആ ഭക്തജനങ്ങൾ ആ ഹാളിൻ്റെ സ്റ്റേജിൽ എത്തിയിരിക്കുന്നത്. നിലവിളക്ക്, ധൂപക്കുറ്റി, മണി, മുത്തുകുട, മാതാവിൻ്റെ തിരുസ്വരൂപം എന്നിവ വഹിച്ചുകൊണ്ടാണ് ഇവിടെ നിന്നും പ്രദക്ഷിണമായിട്ട് ഉടമ്പടി പേടകം സ്ഥിതി ചെയ്യുന്ന മെയിൻ ഹാളിലേക്ക് പോകുന്നത്. അതാണ് നാം ഇപ്പോൾ കാണുന്നത്. ഒരു ചെറിയ സംഘം ആയിട്ടാണ് ഈ പ്രദക്ഷിണം അങ്ങോട്ടേക്ക് പോവുക. ആ ഒരു ദൃശ്യമാണ് നാം ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത്. അതിന് പിന്നാലെ ബാക്കിയുള്ള വിശ്വാസികളും പ്രാർത്ഥനാ ഗാനം ആലപിച്ചുകൊണ്ട് ഉടമ്പടി എടുക്കുവാനായിട്ട് പോകുന്ന ദൃശ്യം. ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവരാണ് ഇവിടെ നിന്നും മാതാവിൻ്റെ തിരുസ്വരൂപം വെച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ആയിട്ട് പോകുന്നത്. ഉടമ്പടി എടുക്കുവാനായിട്ട് ആദ്യമായിട്ട് വരുന്നവർ ഈ ഹാളിൻ്റെ പിൻഭാഗത്ത്, മെയിൻ ഹാളിൻ്റെ വലതു ഭാഗത്തായിട്ട് നിരവധി കൗണ്ടറുകൾ കാണാൻ സാധിക്കും. 2, 3, 4, 5, 6, 7, 8 എന്നിങ്ങനെ നമ്പറുകൾ ഇട്ടിട്ടുള്ള കൗണ്ടറുകൾ. അതിൽ രണ്ടാമത്തെ കൗണ്ടറിൽ നിന്നാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ ടോക്കൺ എടുത്ത് ആ കെട്ടിടത്തിൻ്റെ 2ാം നിലയിൽ അവർക്ക് ഒരു ഉടമ്പടി ക്ലാസ് കൂടേണ്ടതുണ്ട്. ആ ഉടമ്പടി ക്ലാസ് ഒരു ദിവസം 3 സമയങ്ങളിലായിട്ടാണ് നടത്തപ്പെടുന്നത്. ഏതെങ്കിലും ഒരു ക്ലാസ് സംബന്ധിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഹാളിലേക്ക് വന്ന് ഉടമ്പടി പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത് ഉടമ്പടി എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ ഉടമ്പടി ക്ലാസ്സിലാണ് ഉടമ്പടി എടുക്കേണ്ടത് എങ്ങനെയാണ്, അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, നിയോഗ പത്രികയിൽ നിയോഗങ്ങൾ സമർപ്പിക്കുന്നത് എങ്ങനെ എന്നിവയെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് അത്.
അത് അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് ഉടമ്പടി എടുക്കാനുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാവുക. ഏകദേശം 1.25 മണിക്കൂർ സമയം നീളുന്ന ഒരു ക്ലാസ്സാണ് അത്. അതിനുശേഷം ആ ക്ലാസ് കഴിഞ്ഞ് 4-5 കൗണ്ടുകളിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് നേർച്ചത്തിരികൾ ലഭിക്കും. അതിനുശേഷമാണ് അവർ ഈ ഓഡിറ്റോറിയത്തിൽ വന്ന് മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം മെയിൻ ഹാളിലുള്ള മാതാവിൻ്റെ തിരുസ്വരൂപത്തിനടുത്തേക്ക് പ്രദക്ഷിണമായിട്ട് പോകുന്നത്. അവിടെ എത്തി കഴിയുമ്പോഴാണ് കൃപാസനം തൈലവും വെഞ്ചരിച്ച അത്ഭുത കാശുരൂപവും ലഭിക്കുന്നത്. വെഞ്ചരിച്ച തൈലം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ 7 നിലവിളക്കുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു തിരി തെളിയിച്ചതിന് ശേഷം ഉടമ്പടി പ്രതിജ്ഞ, മരിയൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്നിവ ചൊല്ലി നാം എഴുതിക്കൊണ്ടുവന്നിട്ടുള്ള ഉടമ്പടി പത്രിക 4 മടക്കി ആ പേടകത്തിൽ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ച് പോകുന്നു. ഒരു ഉടമ്പടിയുടെ കാലയളവ് 90 ദിവസമാണ്. അതിനകം നമുക്ക് ഉടമ്പടി സാധിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി പുതുക്കേണ്ടതുണ്ട്. അതിനും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അത് 3-ാം നമ്പർ കൗണ്ടിൽ നിന്ന് ടോക്കൺ എടുത്തതിന് ശേഷം ആ നിശ്ചിത സമയത്തിനുള്ള ആ ക്ലാസ്സിൽ കയറി അത് അറ്റൻഡ് ചെയ്തതിന് ശേഷം അവർക്ക് ദിവ്യാരാധന ചാപ്പലിനടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർക്ക് തൈലം ലഭിക്കും. ആ തൈലം ആ ചാപ്പലിന് മുന്നിലുള്ള നിലവിളക്കിൽ അല്പം ഒഴിച്ച് തിരി തെളിച്ചതിന് ശേഷം അവർ ഉടമ്പടി പുതുക്കുന്നത് ദിവ്യാരാധന ചാപ്പലിനുള്ളിൽ ഉടമ്പടി പ്രതിജ്ഞയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയതിന് ശേഷം ഉടമ്പടി അവിടെയുള്ള പേടകത്തിൽ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു പോകുന്നു. ഇത് മെയിൻ ഹാളിൻ്റെ മുന്നിലുള്ള മാതാവിൻ്റെ ഒരു അത്ഭുത തിരുസ്വരൂപമാണ്. ഇവിടെ നിന്നും ഇപ്പോൾ തിരക്ക് ഉള്ള സമയങ്ങളിൽ ഉടമ്പടി പ്രദക്ഷിണം ആരംഭിച്ച് മെയിൻ ഹാളിലേക്ക് പോകുന്നുണ്ട്. ചില ദിവസങ്ങളിൽ അഭൂതപൂർവമായ തിരക്കായതിനാൽ ഓഡിറ്റോറിയത്തിൽ നിന്ന് തന്നെ ഉടമ്പടി പ്രദക്ഷിണം ആരംഭിച്ചാൽ സമയം വൈകുമെന്നതിനാൽ ഈ ഭാഗത്ത് മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ നിന്നും ഉടമ്പടി പ്രദക്ഷിണം ആരംഭിക്കുന്നുണ്ട്. അതിനാൽ അധികം താമസം കൂടാതെ ഉടമ്പടി എടുത്ത് പോകുവാനായിട്ട് സാധിക്കും. നാം ഇപ്പോൾ കാണുന്നത് മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയ്ക്കായി നിൽക്കുന്ന ഭക്തജനങ്ങളെയാണ്. ഓരോ ദിവസം എത്രമാത്രം ഭക്തജനങ്ങളാണ് ഈ കൃപാസനം ധ്യാന കേന്ദ്രത്തിലേക്ക് വരുന്നത് എന്നതിന് യാതൊരു കണക്കുമില്ല എന്ന് പറയാം. അത്രമാത്രം വിശ്വാസികളാണ് മാതാവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ഒക്കെ വരുന്നത്. അവർ കേരളത്തിനകത്തു നിന്നും ഇന്ത്യക്കകത്തു നിന്നെല്ലാം വരുന്ന വിശ്വാസികളാണ്. നാനാജാതി മതസ്ഥരാണ്. ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസൽമാനെന്നോ വ്യത്യാസമില്ലാതെ എത്രയോ മക്കൾ ഈ ദേവാലയത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ച് തങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നു. അതിനുള്ള സാക്ഷ്യങ്ങൾ പറയുന്ന ഹോളാണിത്. ഈ ഹോളിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് ലഭിക്കുന്ന സ്ഥലവും. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് ലഭിക്കുന്നതിന് അതിനും ഒരു ടോക്കൺ എടുക്കേണ്ടതുണ്ട്. എല്ലാം ഇവിടെ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നതിനാണ് ഇതുപോലെ ടോക്കൺ സമ്പ്രദായം വെച്ചിട്ടുള്ളത്. അതിനാൽ ആർക്കും പരാതിയില്ലാതെ തിക്കും തിരക്കും കൂടാതെ ഉടമ്പടി എടുത്ത് പോകുവാൻ സാധിക്കും. അതാണ് ഈ ടോക്കൺ സമ്പ്രദായത്തിൻ്റെ ഒരു പ്രത്യേകത. ആദ്യം വന്നവർക്ക് ആദ്യം എന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തി പോകുവാനായിട്ടാണ് ആ ഒരു സമ്പ്രദായം. ചിലപ്പോൾ ചിലർക്കത് ഒരു മുഷിച്ചിലായിട്ട് തോന്നാം.
ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ ഇങ്ങനെ ടോക്കൺ നമ്പർ വെച്ച് ഉള്ള കാര്യങ്ങൾ അത് ശരിയാണോ എന്ന് ചോദിക്കുന്ന പലരുമുണ്ട്. അവരോടൊന്നേ പറയാനുള്ളൂ, ഒരു അഭൂതപൂർവമായ ഭക്തജനങ്ങളുടെ തിരക്കുള്ള ഒരു സ്ഥലത്ത് ആദ്യം വന്നവർക്ക് ആദ്യം പോകുവാനായിട്ട് ഒരു സൗകര്യം ആയിട്ട് കണക്ക് കൂട്ടിയാൽ മതി. അതുകൊണ്ടാണ് ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ടോക്കൺ സമ്പ്രദായം വെച്ചിട്ടുള്ളത്. നാം ഇപ്പോൾ കാണുന്നതാണ് ദിവ്യാരാധന ചാപ്പൽ. അതിനു മുമ്പിലെ നിലവിളക്കിൽ തൈലമൊഴിച്ച് തിരി തെളിച്ചതിന് ശേഷം നിത്യാരാധന ചാപ്പലിൽ കയറിയാണ് ഉടമ്പടി പുതുക്കുന്നവർ ഉടമ്പടി പത്രിക നിക്ഷേപിച്ച് പോകുന്നത്. അതിൻ്റെ ഇടത് വശത്തായിട്ടാണ് മെയിൻ ഹോള്. ആ ഹോളിലാണ് ക്രൂശിതനായ യേശുവിൻ്റെ തിരുസ്വരൂപം കാണാം. അതിൻ്റെ വലതു ഭാഗത്തായിട്ട് കൃപാസന മാതാവിൻ്റെ വലിയ ഒരു തിരുസ്വരൂപം കാണാൻ സാധിക്കും. നാം ഇപ്പോൾ കാണുന്നത് ആ മാതാവിൻ്റെ ഉടമ്പടി പാഠത്തിന് മുമ്പിൽ ഉടമ്പടി പ്രാർത്ഥനയും നിലവിളക്കിൽ തിരിതെളിയിച്ചും ഉള്ള പ്രാർത്ഥനാ സംഘത്തെയാണ് നാം കാണുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെയാണ് അവരുടെ ഉടമ്പടി പേടകം വെച്ചിട്ടുള്ളത്. അതിലാണ് ഉടമ്പടി പത്രിക നിക്ഷേപിച്ച് പോകേണ്ടത്. ധാരാളം ഭക്തജനങ്ങൾ ഇന്നത്തെ ദിവസം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എത്രയോ മക്കൾക്കാണ് മാതാവ് തൻ്റെ അത്ഭുതകരമായ മാധ്യസ്ഥം വഴി യേശുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങി നൽകിയിട്ടുള്ളത്. അത് സാക്ഷ്യങ്ങളായിട്ട് ഇവിടെ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഓരോ ദിവസം പല സാക്ഷ്യങ്ങൾ ഇവിടെ കേൾക്കാൻ സാധിക്കും. അവയെല്ലാം ജോസഫ് അച്ഛൻ്റെ കൃപാസനം യൂട്യൂബ് ചാനൽ നമുക്ക് കാണാൻ സാധിക്കും. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ കൃപാസന മാതാവ് 2004 ഡിസംബർ 7-ാം തീയതി ഇവിടെ ജോസഫ് അച്ഛനും വിശ്വാസികളും ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മാതാവ് അച്ഛന് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷം ഇന്നോളം നിരവധി അത്ഭുത പ്രവർത്തനങ്ങളാണ് ഈ ദേവാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാതാവ് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് യേശുവിൽ നിന്ന് വാങ്ങിത്തരുന്ന അത്ഭുതങ്ങളാണ് ഓരോന്നും. എത്രയോ സാക്ഷ്യങ്ങളാണ് നമുക്കിവിടെ കേൾക്കാൻ സാധിക്കുക. കടഭാരത്താൽ തകർന്ന് തർപ്പണമായി ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്ന മക്കൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ഉടമ്പടി എടുത്ത് ഫലമായിട്ട് അവരുടെ കടബാധ്യതകളെല്ലാം തീർന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന എത്രയോ സാക്ഷ്യങ്ങൾ. ക്യാൻസർ രോഗികളുടെ ക്യാൻസർ സുഖപ്പെട്ടത്, ജോലിയില്ലാത്ത മക്കൾക്ക് ജോലി ലഭിച്ചത്, മക്കളില്ലാത്തവർക്ക് മക്കളെ ലഭിക്കുന്നത്, IELTS OIT തുടങ്ങിയ പരീക്ഷകൾ എഴുതി പലതവണ തോൽവി അടഞ്ഞ മക്കൾ നിരാശയിൽ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് കൃപാസനം ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി അടുത്ത തവണ ആ പരീക്ഷ പാസ്സായി പോകുന്ന ഒരു അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ എത്രയോ നാം ഇവിടെ കേട്ട് കഴിഞ്ഞതാണ്. കണ്ണീരോട് ഈ ദേവാലയത്തിൽ കടന്നു വരുന്നവർ നിറപുഞ്ചിരിയോടെയാണ് പിന്നീടുള്ള നാളുകളിൽ അവർ മടങ്ങി പോകുന്നത്. മാതാവ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു അത്ഭുത ശക്തിയായിട്ട് ഇവിടെ പ്രവർത്തിക്കുകയാണ്. എത്രയോ അത്ഭുതങ്ങൾ ഈ ദേവാലയത്തിൽ നടന്നിരിക്കുന്നു. മാതാവിൻ്റെ ഈ അത്ഭുതകരമായ ശക്തി ചൈതന്യം ഈ ദേവാലയത്തിൽ എപ്പോഴും നിലനിൽക്കുന്നതായിട്ട് ഇവിടെ വരുന്ന ഓരോ വ്യക്തികൾക്കും മനസ്സിലാവും. വളരെ ശാന്തമായ മനസ്സിനെ പ്രശാന്തമാക്കുന്ന ഒരു ദൈവിക അന്തരീക്ഷം കൂട്ടിക്കൊള്ളുന്ന ഈ ദേവാലയം നയിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ നേതൃത്വത്തിലാണ്.
ഇവിടെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും ധ്യാനവും നമുക്ക് കേൾക്കാൻ സാധിക്കും. വളരെ ഗുരുതരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ജോസഫ് അച്ഛനെ നേരിട്ട് കണ്ട് ബ്ലെസ്സിങ് വാങ്ങുവാനുള്ള സൗകര്യം ഇവിടെ ലഭിക്കും. ഇപ്പോൾ നാം കേൾക്കുന്നത് ഒരു സാക്ഷ്യം പറയുന്ന വ്യക്തിയെയാണ്. ഓരോ ദിവസം ഇതുപോലെ എത്രയോ വ്യക്തികളാണ് ഈ ആൾക്കാർക്ക് മുമ്പിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞുള്ളത്. ജീവിക്കുന്ന അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ. ഈ സാക്ഷ്യങ്ങളിലൂടെ എത്രയോ മക്കൾ മാനസാന്തരത്തിലേക്കും വിശ്വാസത്തിലേക്കും തിരികെ വന്നിരിക്കുന്നു. അതുതന്നെയാണ് ഓരോ സാക്ഷ്യങ്ങളുടെയും പ്രത്യേകത. സാക്ഷ്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയെ വർദ്ധിപ്പിക്കും, ജ്വലിപ്പിക്കും. ദൈവമായിട്ടൊരു അഭേദ്യമായ ബന്ധം ഉടലെടുക്കുന്നതിന് സാക്ഷ്യങ്ങൾക്ക് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് സാക്ഷ്യങ്ങൾ ഇവിടെ പറയപ്പെടുന്നതും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഈ ദേവാലയത്തിലേക്ക് കടന്നു, നാനാജാതി മതസ്ഥ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു, അത്ഭുതം പ്രാപിച്ചു പോകുന്നു. ഈ ദേവാലയം കലവൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴ ജില്ലയിലാണ് ഈ കലവൂർ എന്ന സ്ഥലം. പുറത്തു നിന്ന് വരുന്നവർക്ക് ആലപ്പുഴയിലേക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ വരികയാണെങ്കിൽ കൃപാസനം ദേവാലയത്തിൻ്റെ മുമ്പിൽ ഇറങ്ങാൻ സാധിക്കും. തെക്ക് ഭാഗത്തുനിന്ന് വരുന്നവർ ചേർത്തല ഭാഗത്തേക്കുള്ള ബസ്സിൽ വരികയാണെങ്കിൽ ഈ ദേവാലയത്തിന് മുമ്പിൽ ഇറങ്ങി പ്രാർത്ഥിച്ചു പോകുവാൻ സാധിക്കും. എല്ലാ ബസ്സുകളും ഈ ദേവാലയത്തിന് മുമ്പിൽ നിർത്തി കൊടുക്കുന്നുണ്ട്. അതിനാൽ വളരെ എളുപ്പമാണ് ഈ ദേവാലയത്തിലേക്ക് സന്ദർശിക്കുവാൻ. ഇനി സ്വന്തമായി വാഹനങ്ങളിൽ വരുന്നവർക്കാണെങ്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പാർക്കിംഗ് ഗ്രൗണ്ടുകളും ഈ ദേവാലയം സജ്ജമാക്കിയിട്ടുണ്ട്. ഇവിടെ പലരും ഈ കൃപാസനം ധ്യാന കേന്ദ്രത്തിനോട് ചേർന്നുള്ള ലോഡ്ജുകളിൽ താമസിച്ചുകൊണ്ട് അവർ ഇവിടെ ധ്യാനം കൂടുന്നത് പതിവാണ്. അകലെ നിന്ന് വരുന്നവർ അത്തരം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നമുക്ക് ഇവിടെ ലഭ്യമാണ്. മാതാവിൻ്റെ ഈ ദേവാലയത്തിലേക്ക് ഓരോ ദിവസം കടന്നു വരുന്ന ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്ക് മാതാവ് ഇപ്പോഴും മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഇവിടെ തൻ്റെ നിറസാന്നിധ്യം വ്യക്തമാക്കി മക്കളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കൃപാസനം മാതാവാണ്. കടന്നു വന്ന് അത്ഭുതം പ്രാപിച്ചു പോവുക, അതിനുള്ള ഒരു ദൈവികമായ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അതിൽ അനുവർത്തിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. രോഗികളെ സന്ദർശിക്കുക, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക, സഹായിക്കാൻ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുക, വേദപുസ്തകം വായിക്കുക, കൃപാസനം ഉടമ്പടി പത്രം, മാതാവിൻ്റെ അത്ഭുതകരമായ ഈ പ്രവർത്തനങ്ങൾ അറിയാത്ത എത്രയോ മക്കൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അവരിലേക്ക് മാതാവിൻ്റെ അത്ഭുത ചൈതന്യം വിവരിക്കുന്ന ഈ സാക്ഷ്യങ്ങൾ എഴുതിയിട്ടുള്ള കൃപാസനം പത്രം വിതരണം ചെയ്യുന്നതിലൂടെ എത്രയോ ഭക്തജനങ്ങളാണ് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. അതൊരു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. ആ പത്രം നൽകുന്നതിലൂടെ മതപരിവർത്തനമോ ജാതി പരിവർത്തനമോ ഒന്നും തന്നെ നടക്കുന്നില്ല. ഈ ദേവാലയം അത് ഉദ്ദേശിച്ചിട്ടില്ല താനും. അമ്മയെ കണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ മതം മാറേണ്ട ആവശ്യമില്ല, ജാതി മാറേണ്ട ആവശ്യമില്ല. അവരായിരിക്കുന്ന മതത്തിലായി നിന്നുകൊണ്ട് തന്നെ മാതാവിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുക, ഉടമ്പടി ശരിയായ രീതിയിൽ അനുവർത്തിക്കുക. എത്രയോ അക്രൈസ്തവർക്കാണ് ഈ ദേവാലയത്തിൽ നിന്ന്
അനുഗ്രഹം ലഭിച്ചിട്ടുള്ളത്. 100 പേരിൽ 75 പേരും അഗ്രസ്തവരാണ്. അവർക്കാണ് അനുഗ്രഹം ലഭിച്ചിട്ടുള്ളത്. അമ്മ മാതാവിന് ജാതിയും മതവും പ്രശ്നമല്ല, തൻ്റെ സ്വന്തം മക്കൾ തന്നെയാണ് അവരും എന്ന ഒരു ദൈവികമായ ഇടപെടലാണ് ഇതിൻ്റെ പിന്നിൽ. കടന്നു വരിക, അത്ഭുതം അനുഭവിച്ചറിയുക. അതിനായിട്ട് ഈ ദേവാലയത്തിലേക്ക് കടന്നു വരാം. 18 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് കൃപാസനം ഉടമ്പടി എടുക്കുവാൻ ഉള്ള പ്രായപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്കാണ് ഉടമ്പടി എടുക്കാൻ അനുവാദമുള്ളത്. ഇതാണ് ഉടമ്പടി ടോക്കൺ ലഭിക്കുന്ന അക്കൗണ്ടുകൾ. 2-ാം നമ്പർ, 3, 4, 5 എന്നിങ്ങനെ നമ്പറുകൾ ഇട്ടിട്ടുള്ള അക്കൗണ്ടുകൾ കാണാൻ സാധിക്കും. അവിടെ ലഭിക്കുന്ന സേവനങ്ങളും അവിടെ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ഇത് പുതിയ ടോക്കൺ ലഭിക്കുന്ന കൗണ്ടറാണ് 2. അതിന് തൊട്ടടുത്തായിട്ട് 3-ാം നമ്പർ കൗണ്ടർ. 5ഉം 6ഉം കൗണ്ടറിലാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള നേർച്ചത്തിരി ലഭിക്കുന്നത്. 7ഉം 8ഉം കൗണ്ടറിൽ നിന്നാണ് ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള നേർച്ചത്തിരി ലഭിക്കുന്നത്. അങ്ങനെ എല്ലാം വ്യക്തമായിട്ട് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. നാം ഇപ്പോൾ കാണുന്നത് ഒരു അത്ഭുത കിണറിൻ്റെ സമീപം ഭക്തജനങ്ങൾ കൂടി നിൽക്കുന്നതാണ്. ആ കിണറ്റിലെ വെള്ളം നേർച്ച ജലമായിട്ട് പലരും ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. രോഗശാന്തിക്കും രോഗശമനത്തിനായിട്ട് ഈ വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ഇതിന് അടുത്തായിട്ട് തന്നെ ഒരു കൃപാസന മാതാവിൻ്റെ വലിയ തിരുസ്വരൂപം കാണാൻ സാധിക്കും. സിൽവർ ഗ്രേ കളറിൽ വിമല ഹൃദയത്തിൽ ക്ലോക്കിൻ്റെ ഒരു ചിഹ്നമുള്ള മാതാവിൻ്റെ തിരുസ്വരൂപം. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് 2004 ഡിസംബറിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. നാം ഇപ്പോൾ കാണുന്നത് ഉടമ്പടി പേടത്തിനടുത്തേക്കുള്ള പ്രദർശനങ്ങളാണ്. ഈ പ്രദർശനങ്ങൾ ഓരോ ചെറിയ സംഘങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓരോ സമയം 4-5 പ്രദർശനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. തിരക്കിനനുസരിച്ച് പ്രദർശനങ്ങളുടെ എണ്ണവും വ്യാപ്തിയും കൂടും എന്ന് മാത്രം. നാം ഇപ്പോൾ കാണുന്ന ഈ കൗണ്ടറിൽ കൃപാസനം ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് ലഭിക്കുന്നതിനുള്ള ടോക്കൺ ലഭിക്കുന്ന കൗണ്ടറാണ്. അവിടെ വൈദികരുടെ സേവനം ലഭ്യമാണ്. തലയിൽ കൈവെപ്പ് ശുശ്രൂഷ ലഭിക്കുന്ന ഒരു സേവനം അവിടെ നിന്ന് നമുക്ക് ലഭിക്കും. ജോസഫ് അച്ഛനെ കാണണമെങ്കിൽ ഇവിടെ നിന്നും ടോക്കൺ എടുക്കണം. ഇത് ജോസഫ് അച്ഛൻ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള അനേകം പുസ്തകങ്ങളിൽ ചിലത് മാത്രമാണ്. ഇവ വാങ്ങുവാനുള്ള സൗകര്യം ഇവിടെ ലഭിക്കും. ഞാനിപ്പോൾ മെയിൻ ഹാളിൽ നിന്ന് ഓഡിറ്റോറിയത്തിലേക്കുള്ള ഇടനാഴിയിലൂടെ വരികയാണ്. എൻ്റെ ഇന്നത്തെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകുവാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃപാസന മാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ.